പലസ്തീന് അനുകൂലമായിട്ടിപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പറച്ചിലുകളും മറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യവും അവിടെ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കണം, ട്രംപിൻ്റെ ഇടപെടൽ അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളും മുറവിളികളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലെ ജനങ്ങൾ വസ്ത്രം, ഭക്ഷണം, മരുന്ന് എന്നിവയ്ക്കായിട്ട് വളരെയധികം ക്ലേശിക്കുകയാണ് എന്നും പലതരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഗാസയ്ക്ക് വേണ്ടിയുള്ള മുറവിളി പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുകയും പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും, നമുക്കറിയാം ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള പോര് തുടങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ഒരു പാരമ്യത്തിൽ എത്തുന്ന അവസരത്തിലും പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ പോലും പലതരത്തിലുള്ള പിന്തുണയുമായിട്ട് രംഗത്ത് വന്നവരാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ CPM-കാരടക്കമുള്ളവർ, അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പലസ്തീൻ ജനതയോടുള്ള പ്രേമമെന്ന് പറയുന്നത്. ഇപ്പോൾ അത് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഗാസയിൽ എന്തായാലും ഇസ്രായേലിൻ്റെ ഒരു അധിനിവേശം ഉണ്ടായിട്ടുണ്ട്. ആ അത്തരത്തിലുള്ള അധിനിവേശം ലോകം മുഴുവൻ അറിയിച്ചുകൊണ്ടാണ് ചിലർ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഈ അമേരിക്കയിലെ വാഷിങ്ടണിലെ ഒരു യുവാവ്, അതായത് ഒരു ഭീകരവാദി തന്നെ എന്ന് പറയാം, 2 ജൂത ദമ്പതികളെ അതിക്രൂരമായി കൊല ചെയ്തു എന്നുള്ളതാണ്. ഇത് ട്രംപിന് വലിയൊരു ക്ഷീണമുണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഇത് ഭീകരർ തന്നെയാണ് വെടിവെച്ചത് എന്നുള്ളത് ഉറപ്പാണ്. ജെറുസലേമിലേക്ക് പോകാനിരുന്ന അവര് വെടിവെച്ച് കൊന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ്. ഇവരെ ഏറെക്കാലമായിട്ട് പരിചയത്തിലും ബന്ധത്തിലും ഉള്ളവരാണ്. അവർ വിവാഹിതരാകാൻ പോവുകയാണ്. അതിനുവേണ്ടി അവരെ ഇസ്രയേലിലേക്ക് മടങ്ങാനിരുന്നതാണ്. അങ്ങനെയുള്ള 2 ജൂത ദമ്പതികൾ എന്ന് തന്നെ പറയാം, അവരെയാണ് ഈ ഭീകരർ വെടിവെച്ച് കൊന്നത്. ഇതിൻ്റെ മറ്റൊന്നുമല്ല, ജൂതന്മാരെ മുഴുവൻ ഇത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചിലർ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ വെടിവെച്ച് കൊന്നത് ഒരിക്കലും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളല്ല. അത് ഒരു പേരിൽ നാം അറിയുന്നത് ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അതവിടെ ക്രൈസ്തവനോ മറ്റു മതത്തിലോ എന്നുള്ളതല്ല. ഇവിടെ പലരിലും ഈ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി വലിയൊരു പിന്തുണ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അങ്ങ് ട്രംപിൻ്റെ മണ്ണിൽ ചെന്നിട്ട് ഈ ഭീകരവാദി ജൂത വിഭാഗത്തിൽപ്പെട്ടവരെ, ജൂത ദമ്പതികളെ കയ്യേറുക, അവരെ വെടിവെച്ച് കൊല്ലുക, ഇതാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അത് ട്രംപിന് നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. കാരണം ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഹമാസിനോടൊക്കെ, ഇനി ഇത് അനുവദിക്കത്തില്ല, നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മുച്ചൂടും നീക്കം ചെയ്യും എന്നുള്ളത്, ജൂതന്മാരെ തൊട്ട് കളിക്കരുത് എന്നുള്ള രീതിയിലും, പ്രത്യേകിച്ച് ഇസ്രായേലിന് വേണ്ട തരത്തിലുള്ള പിന്തുണയും ആയുധബലവും സാമ്പത്തിക ബലവും എല്ലാം നൽകുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊന്നുകൂടി ആക്കം കൂടി. ട്രംപ് പറഞ്ഞത് തന്നെ എന്തായിരുന്നു? ഗാസയിൽ നിന്ന് ബാക്കിയുള്ള മുഴുവൻ പേരെയും ഒഴിപ്പിക്കും, അങ്ങനെ ഒഴിപ്പിച്ചിട്ട് അവിടം നല്ല ഒരു നഗരമാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. ട്രംപ് യഥാർത്ഥത്തിൽ ഒരു കച്ചവടക്കാരനാണല്ലോ, ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അത്തരത്തിലുള്ള നീക്കം നടത്തിയത്. അപ്പോൾ അവശേഷിക്കുന്ന അവിടുത്തെ ജനങ്ങൾ 10-20 ലക്ഷം വരുന്ന പലസ്തീൻകാരെ എങ്ങോട്ടേക്ക് പോകും? ചില അയൽ രാജ്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. അയൽ രാജ്യങ്ങളിലേക്ക് അവർ കയറ്റാൻ അനുവദിക്കത്തില്ല. ഇത്രയും പേരെ, 20 ലക്ഷം പേരെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ, ഇവിടെ ഈ ഗാസ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്കിവിടെ പുനരധിവാസം നൽകുമോ ഇല്ലയോ? അങ്ങനെ ഒരു ചോദ്യം പലപ്പോഴും ഉയരുകയുണ്ടായി. അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ട്രംപ് മറ്റൊരു തരത്തിലാണ് ഉദ്ദേശിച്ചത് എന്ന വ്യാഖ്യാനം ലോകമെമ്പാടും പലരും പറഞ്ഞു വരുത്തുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ ഇവിടേക്ക്, ജൂതന്മാർ ഗാസയിലേക്ക് അധിനിവേശം നടത്തി. അങ്ങനെ പറഞ്ഞു വരുത്തിക്കൊണ്ട് ഈ യുവാക്കളെ മുഴുവൻ ഇതിനകത്തേക്ക്
പലസ്തീൻ അനുകൂലമായിട്ടങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ വാഷിങ്ടണിൽ വെച്ച് ജൂത ദമ്പതികളെ ഈ ഭീകരൻ വെടിവെച്ച് കൊന്നത്. ഭീകരർ എന്ന് തന്നെ പറയാവുന്നതാണ്. ട്രംപ് അങ്ങനെ രംഗത്തിറങ്ങി. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഭീകരതയ്ക്കിടമില്ല, ഇങ്ങനെയുള്ളവരെ മുഴുവൻ ഞങ്ങൾ തീർക്കും എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യ മാതൃക കാണിച്ചു കൊടുത്തതാണ് ഭീകരതയ്ക്കെതിരെയുള്ള ആക്രമണത്തിന് തക്കതായ മറുപടി 22 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ വിറപ്പിച്ച് നിർത്തുകയും ചെയ്തു. അങ്ങനെ ലോകം തന്നെ വളരെ ആകാംക്ഷയോടുകൂടി നിന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിയതിന്. അപ്പോൾ ഭീകരവാദം എവിടെയുണ്ടോ, ഭീകരാക്രമണം എവിടെയുണ്ടോ അതെല്ലാം തന്നെ ചെറുത്ത് നിൽക്കും, അതിനെയെല്ലാം തന്നെ തച്ചുടയ്ക്കും, അത് തുടച്ചു നീക്കും എന്നാണ് പറഞ്ഞത്. ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ഒരിക്കൽ എന്താണ് പറഞ്ഞത്? ഇറാൻ തന്നെയാണ് പറഞ്ഞത്, നമുക്ക് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെല്ലാം കൂടി ഒന്നിക്കാം, ഒന്നിച്ചുകൊണ്ട് ഈ ജൂതന്മാരെ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാം എന്നാണ്. ജൂതന്മാരെങ്ങനെയാണ് ഇസ്രായേൽ കെട്ടിപ്പടുത്തതെന്നും അവരുടെ അധ്വാനം എത്രത്തോളമായിരുന്നുവെന്നും അവർ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നും ഒക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണ് അവർ ഭൂമിയിൽ സ്വർഗം തീർത്തത്. അപാരമായ തലയുള്ളവർ, ഇത്തരത്തിൽ ജീനിയസ് ആയിട്ടുള്ളവർ ഭൂമുഖത്ത് വേറെ ഉണ്ടാകില്ല. ജൂതന്മാരിൽ നിന്നാണല്ലോ വമ്പന്മാരെല്ലാവരും തന്നെ ഉണ്ടായിട്ടുള്ളത്. ആ ജൂതന്മാർക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സംരക്ഷണവും അമേരിക്കയിൽ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ്, ആ മണ്ണിലാണ്, ട്രംപിന്റെ മുമ്പിൽ വെച്ചാണ് ഈ ജൂത ദമ്പതികളെ ഈ ഭീകരർ വെടിവെച്ചു കൊന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ മണ്ണിൽ ഒന്നോ രണ്ടോ മരണം എന്നുള്ളതല്ല അവിടെ പ്രധാനം, അതിനപ്പുറത്തേക്ക് ഒരു ഭീകരാക്രമണം അമേരിക്കയിൽ നടന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇത് പലസ്തീൻ ജനതയുടെ പിന്തുണ എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ ജൂതന്മാർക്ക് നേരെ ഇപ്പോൾ അറ്റാക്ക് നടക്കുന്നത്. ജൂതന്മാരെ തുളച്ചു നീക്കുക എന്നുള്ളത് ചിലർ ലക്ഷ്യം വെക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഇറാൻ അത് പറയുമ്പോൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിച്ചു നിൽക്കണം ജൂതന്മാരെ തീർക്കാനെന്ന് പറയുമ്പോൾ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും അത് കേട്ടില്ല. അവർക്കതിനകത്ത് താല്പര്യവുമില്ല. ഇപ്പോൾ ഖത്തറോ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, സൗദി അറേബ്യ, ഇതൊന്നും കേട്ടില്ല. അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ, സാമൂഹ്യ ഭദ്രത, ഇതൊക്കെയാണ് അവർക്ക് നോക്കേണ്ടത്. അതുകൊണ്ട് അവർ ഇത് വളരെ നിസ്സാരമായിട്ട് തന്നെ തള്ളിക്കളയുകയും ചെയ്തു. അതിലൂടെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ അത് ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇറാന്റെ ആഹ്വാനം അവർ നിസ്സാരമാക്കി തള്ളിക്കളയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ ജൂതന്മാരെ ആക്രമിക്കുക. ഇനി അങ്ങനെ വരുമ്പോൾ ലോകത്തെവിടെയും ജൂതന്മാർക്ക് രക്ഷയില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. ട്രംപ് അതിശക്തമായി അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെക്കുറിച്ച് അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ പ്രതികരണം ഉണ്ടാകും, ശക്തമായ രീതിയിൽ തിരിച്ചടിയും കൊടുക്കുമെന്നുള്ളതാണ്. കാരണം ഒരു തരത്തിലും അവിടുന്ന് ഇസ്രായേലിലെ എത്രയോ പേരെ, 100-ലധികം പേരെ ബന്ദികളാക്കി കൊണ്ടുപോയിട്ട് അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ബന്ദി മോചനം തന്നെ അവർക്ക് സാധിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പക ഇസ്രായേലിനുള്ളിൽ നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് കൂടുതലായിട്ട് ആളിപ്പടരാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. എന്തായാലും കളി ജൂതന്മാരോട് വേണ്ട എന്ന് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്.